സെനീത് ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങി 8 അതോറിറ്റികളുടെ സൗത്ത് ഇന്ത്യയുടെ ഓഫീസ് കൂടിയാണ് ഈ പാലക്കാട് ജില്ലയിലെ മംഗലാമെന്നുള്ള ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒപ്പം അതിൻ്റെ കീഴിലുള്ള ബെസ്റ്റ് ഡീഡ് ഇന്റർനാഷണൽ റീഹാബിലിറ്റേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെന്റർ ഏകദേശം ഇതിന് ലൈസൻസും ഗവേഷണത്തിന് അന്താരാഷ്ട്ര ലൈസൻസും കിട്ടിയിട്ട് 2 കൊല്ലത്തോളം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രാരംഭ ദിശ LKGയിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനിയും കോടാനുകോടികളിലൂടെ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. തുടങ്ങിയതിൻ്റെ പേരിൽ ഒരു 6 ബ്ലോക്കിൽ 5ാമത്തെ 6ാമത്തെ ബ്ലോക്കാണ് ഞങ്ങളിപ്പോൾ മാഡത്തിൻ്റെ പേരിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. പരിപൂർണമായും അനാഥാലയ ലൈസൻസിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ പ്ലീസ് കുട്ടിയെ പിടിക്കണം, തട്ടും ഈ പരിപാടി ഈ അന്താരാഷ്ട്ര അതോറിറ്റികളുടെയും ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെന്ററിന്റെയും കീഴിലുള്ള ഈ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെന്റർ പറഞ്ഞ ഓട്ടോണോമസ് ഒരു സ്വയംഭരണ ഗവേഷണ സ്ഥാപനമായി സുപ്രീം കോടതി റിട്ടയർ ജഡ്ജി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലായിരുന്ന ഓണറബിൾ ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായർ, അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ചില പ്രൊഫസർമാർ, ഉന്നതരായ പ്രൊഫസർമാർ, ICMRന്റെ 2 ഡയറക്ടർമാർ തുടങ്ങി ഒരു 12 അംഗ ഡയറക്ടർ ബോർഡുള്ള ഉന്നതരായ ഒരു കമ്മിറ്റിയും, ഒപ്പം മുൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ ഡോക്ടർ KKN കുറുപ്പ് അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ബോഡിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തുള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിൽ 4001 രോഗങ്ങളും ലോകത്ത് റയർ ഡിസീസ് അഥവാ ഓഫൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ അനാഥ രോഗങ്ങൾ, ഇതിന് മരുന്നില്ല, മരണം മാത്രമാണ് വഴി. അങ്ങനെ ഭാരതത്തില് 45 കോടിയിലേറെ പേര് ഈ അപൂർവ രോഗങ്ങൾ പിടിച്ചുവെന്നും 15 കോടിയോളം കുട്ടികളും ലോകത്ത് 50 കോടിയിലേറെ കുട്ടികൾ ജനിതക രോഗം മസ്തിഷ്ക രോഗമായി വലയുന്നുണ്ടെന്നും അവര് മരണം ഒരു സേവിയർ, ഒരു രക്ഷകനെ കാത്തിരിക്കുകയാണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, ക്രെറ്റിനിസം, മോട്ടോർ ന്യൂറോൺ ഡിസീസ്, ഗില്ലൻ-ബാരി സിൻഡ്രോം, മൾട്ടിപ്പിൾ സിറോസിസ്, മെന്റലി റിട്ടാർഡേഷൻ, ADHD, ഇങ്ങനെ പോകുന്നു. 4001 പേര് പറഞ്ഞെങ്കിൽ എനിക്കിപ്പോൾ 2-3 മണിക്കൂർ. ഇതെല്ലാം കുട്ടികളുടെ ജനിതക രോഗമാണ്. ഇതിനു വേണ്ടി ലോകം മുഴുവൻ ഒരു സേവിയർ, രാപ്പകലില്ലാതെ അമേരിക്കക്കാരും ജർമ്മനിക്കാരും ഒക്കെ ഗവേഷണം നടത്തുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും സൊല്യൂഷൻ ഇല്ല. ഈ രോഗം വന്നാൽ മരണം മാത്രം വഴി എന്നാണ് ആധുനിക ഡോക്ടർമാർ, അലോപ്പതിയിലെ പല പ്രഗത്ഭ ഡോക്ടർമാരും 90% ഇത് തെറ്റാണെന്നും ഈ രോഗങ്ങൾക്ക് 60% ഭേദമാക്കാമെന്നും ഞങ്ങളുടെ ഗവേഷണ വിംഗ് കണ്ട് പരിപൂർണമായി ഭേദമാക്കാൻ പറ്റില്ല. അതിനുവേണ്ടി പാലക്കാട് ജില്ലയിൽ ദക്ഷിണേന്ത്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതാണ് എന്റെ പൂർവികരായി കിട്ടിയ ഈ 11 ഏക്കർ സ്ഥലത്ത്. പക്ഷേ ഇവിടെ തുടങ്ങിയപ്പോൾ തുടക്കം മുതലേ വെല്ലുവിളികളായിരുന്നു. ഇതൊന്നും പറയാനല്ല ഞാൻ പറയാം, കാരണം ആദ്യത്തെ വെല്ലുവിളി ഇവിടുത്തെ തുടങ്ങാൻ ഉള്ള ശല്യങ്ങളായിരുന്നു. ഇതെന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്ത് അനാഥ രോഗം? നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്താ നടക്കുന്നത്? പുതിയ ഡോക്ടർമാർ എന്താ ചെയ്യുന്നു? അവർ കെമിക്കൽ മെഡിസിൻ കൊടുക്കുന്നു, ലക്ഷണത്തിന് ചികിത്സിക്കുന്നു, മൂലകാരണത്തിന്. അപ്പോൾ പല വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. അത് ഒന്നാമത്തെ കാര്യം. 2, ഇന്ന് ഈ പ്രത്യേക സമ്മേളനം വിളിക്കാൻ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേമത്തരം പറയാനല്ല. ഇവിടെ ആദരണീയയായ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു ബിഷപ്പുര, ഒരു മികച്ച ഡോക്ടർ ഇവിടെ അവസാനമായി ഞാൻ കണ്ണൂരിൽ നിന്ന് പരിചയപ്പെട്ടതിന് ശേഷം സാറുടെ ഉപദേശം കേൾക്കാനെന്ന് പറഞ്ഞ് ഒരു ആദരണീയ വനിത, ഒരു ഗൈനക്കോളജിസ്റ്റ് ഇവിടെ എന്റെ ചികിത്സാ നിർദ്ദേശമാണ് ഡോക്ടർ ഓണറബിൾ ജയ ലാൽമോഹൻ സാർ. അവരുടെ അഭിവന്ധ്യ ആദരണീയ ഭർത്താവ് ഇവിടെ ഉണ്ട്, അവരുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട്, അവർ അടിമാലിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അവരെ ഓരോരുത്തരെയും ബഹുമാനപ്പെട്ട ഓണറബിൾ ഡോക്ടർ ലാൽമോഹൻ സാറെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടറുടെ സ്നേഹനിധിയായ ഞാൻ ഡോക്ടർ APJ ലോകത്തിലെ പല മഹാന്മാരായിട്ട് ഇടപെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് ഭാഗ്യമുണ്ടായ ഒരു ഡോക്ടറാണ്. വന്നത് ദാരിദ്ര്യത്തിൽ നിന്നാണെങ്കിലും അതിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ശേഷം ഇത്രയും മാന്യമായി പെരുമാറുന്ന, കുലീനനായ, അന്തസ്സുള്ള, ട്രാൻസ്പെറന്റ് ആയ, ഇത്രയും മഹനീയമായ ഡോക്ടർ കലാമിന് ശേഷം ഞാൻ കണ്ടുമുട്ടുന്നത് ഡോക്ടർ ലാൽമോഹൻ സാറിന്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താണെന്നറിയോ, ഞാൻ അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും കാലഘട്ടത്തിൽ ഒരു 5% റയർ സ്പീഷീസ് ഉണ്ട് ലോകത്ത്. ഈ ഭാരതത്തിൽ 3% അതിൽ പെട്ട ഒരാളാണ്. ബാക്കിയുള്ളവരൊക്കെ പണം ഉണ്ടാക്കാനും ലോകം വെട്ടിപ്പിടിക്കാനും
ലോകം മുഴുവൻ അത്യാഗ്രഹം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പറക്കുമ്പോൾ ഇവരെ പോലുള്ളവരാണ് ലൈറ്റ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ അവരുടെ പത്നിയുടെ വിയോഗത്തിൽ അങ്ങേയറ്റം ദുഃഖിതനാണ്. ആ സങ്കടം ഞാൻ തിരിച്ചറിയുന്നു. അന്ന് കരയാത്തത് സാറ് ഞാനും മാത്രമേ ഉള്ളൂ ആ മരണത്തിൽ. കാരണം ഞാൻ 3 തവണ ജീവിതത്തിൽ ഒരു പ്രൊഫസറും സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ ഞെട്ടിയിട്ടുള്ളൂ. ഞെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഷോക്ക്. മൂന്നാമത്തെ അനുഭവം രാത്രി 12:20 ഞാൻ എൻ്റെ മൊബൈൽ നോക്കുമ്പോൾ ഒരു ഞെട്ടൽ വാർത്ത. കാരണം രാത്രി എൻ്റെ എല്ലാ ജോലികളും കഴിയുമ്പോഴേക്കും 1 മണി 2 മണിയോ. ഇത് 35 കൊല്ലമായിട്ട് എൻ്റെ പ്രാക്ടീസാണ്. കൊറോണ സമയത്ത് മാത്രമാണ് ഞാൻ 6 മണിക്കൂർ ഉറങ്ങിയത്. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. പിറ്റേ ദിവസം വരുന്ന അപൂർവ രോഗത്തിന് രാത്രി 12:20 ഒരു മെസ്സേജ് വരുന്നു നിലമ്പൂരിൽ, ഷീസ് നോ മോർ. ആരോട് ചോദിക്കണം എന്നറിയില്ല. സാറെ വിളിച്ചു, സാറും പറഞ്ഞു അപ്പം ശരിയാണ്. ഞാനൊരു തമാശയായിട്ട് ആരെങ്കിലും മുട്ടതാന്ന് കരുതി. അത് കഴിഞ്ഞ് ബന്ധുക്കളോട് ശരിയാണ്, ഞാൻ എൻ്റെ സജിനിയും എൻ്റെ മെഡിക്കൽ വിങ്ങിനോട് രാവിലെ പോകാൻ എല്ലാവരെയും ഞാൻ വിളിച്ചു. അവരോട് പോകാൻ